എല്ലാവർക്കും മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സോഷ്യൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോ ഒട്ടും നേരം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ ട്രെയിൻ എപ്പോഴാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? ഉത്തരം 1853 ഏപ്രിൽ 16. സന്താൾ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? ഉത്തരം സിദ്ധുവും കാനുവും. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോഴാണ്? ഉത്തരം 1857. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ച ബ്രിട്ടീഷ് സൈന്യത്തിലെ ആദ്യത്തെ ഇന്ത്യൻ സൈനികൻ ആരാണ്? ഉത്തരം മംഗൽ പാണ്ഡെ. ഝാൻസിയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ് ആരായിരുന്നു? ഉത്തരം റാണി ലക്ഷ്മിബായി. കാൺപൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ് ആരായിരുന്നു? ഉത്തരം നാനാ സാഹിബും താന്തിയ ടോപ്പിയും. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കാൻ രാജാറാം മോഹൻ റോയെ സഹായിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. സത്യശോധക് സമാജ് സ്ഥാപകൻ ആരാണ്? ഉത്തരം ജ്യോതിറാവോ ഫുലെ. ആര്യ മഹിളാ സഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം പണ്ഡിത രമാബായി. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആംഗ്ലോ ഓറിയന്റൽ കോളേജിന്റെ മറ്റൊരു പ്രശസ്തമായ പേര്? ഉത്തരം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ നൽകിയത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ ആരായിരുന്നു? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. തന്റെ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം WC ബാനർജി. മിതവാദ ദേശീയതയുടെ കാലഘട്ടം ഏതായിരുന്നു? ഉത്തരം 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം. ബംഗാൾ വിഭജിക്കപ്പെട്ടത് എപ്പോഴാണ്? ഉത്തരം 1905. 1905 ബംഗാളിനെ വിഭജിച്ചത് ആരാണ്? ഉത്തരം വൈസ്രോയി കഴ്സൺ പ്രഭു.
ബംഗാൾ വിഭജനത്തിനെതിരായ പ്രക്ഷോഭങ്ങളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് ആരംഭിച്ച 2 പത്രങ്ങൾ. ഉത്തരം കേസരിയും മറാത്തയും. ബാലഗംഗാധര തിലകന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം. ഉത്തരം സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആരാണ്? ഉത്തരം 1906 ധാക്കയിൽ വച്ച് ആഗാ ഖാനും നവാബ് സലിമുള്ള ഖാനും. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ആനി ബസന്റും ബാലഗംഗാധര തിലകും. ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ തേടി തന്റെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ തന്റെ ആദ്യ യാത്ര ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1492 AD. ആരാണ് ഫെർഡിനാൻഡ് മഗലൻ? ഉത്തരം അദ്ദേഹം ഒരു പോർച്ചുഗീസ് പര്യവേഷകനായിരുന്നു. എപ്പോഴാണ് മഗലനും സംഘവും യൂറോപ്പിൽ നിന്ന് യാത്ര ആരംഭിച്ചത്? ഉത്തരം 1519 സെപ്റ്റംബറിൽ. ഇന്ത്യൻ നാവികൻ അഭിലാഷ് ടോമി തന്റെ കടൽ യാത്ര ആരംഭിച്ചത് എന്ന്? ഉത്തരം 2012 നവംബറിൽ. അഭിലാഷ് ടോമി ലോകമെമ്പാടും സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്? ഉത്തരം 31 മാർച്ച് 2013. ആരാണ് ആദ്യത്തെ ഭൂപടം തയ്യാറാക്കിയതായി വിശ്വസിക്കപ്പെടുന്നത്? ഉത്തരം ഗ്രീക്ക് തത്വചിന്തകനായ അനക്സിമാണ്ടർ. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മെർക്കാറ്റർ. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം എബ്രഹാം ഒർട്ടേലിയസ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ? ഉത്തരം കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ വിളിക്കുന്ന പേര്? ഉത്തരം കാർട്ടോഗ്രാഫർ. ഭൂമധ്യ രേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെ വിളിക്കുന്ന പേര്? ഉത്തരം അക്ഷാംശ രേഖകൾ. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ ഏതാണ്? ഉത്തരം രേഖാംശ രേഖകൾ. ദുരവസ്ഥ എഴുതിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.